ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുക്കളയിലേക്ക് പാചകത്തിന് വേണ്ടിയിട്ട് നമുക്ക് മിക്കപ്പോഴും ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ കേടുകൂടാതെ ദീർഘകാലം എങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇതിനെ നമുക്ക് എങ്ങനെ കേടുകൂടാതെ ദീർഘകാലം സൂക്ഷിച്ചു വെക്കാം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ള ജിഞ്ചറിന്റെയും ഗാർലിക്കിന്റെയും മെഷർമെന്റ് എന്ന് പറയുന്നത്, ഗാർലിക് നമ്മളൊരു 1 കപ്പ് ഗാർലിക്കിന് 3/4 കപ്പ് ജിഞ്ചർ, അതാണ് മെഷർമെന്റ് വരുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ഏറെ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. 3 കപ്പ് വെളുത്തുള്ളിക്ക് 2.25 കപ്പാണ് ഇഞ്ചി എടുക്കുന്നത്. രണ്ടിന്റെ മെഷർമെന്റ് സെയിം ആയി കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, ആ ജിഞ്ചറിന്റെ ഒരു കുത്തൽ ഇങ്ങനെ മുന്നിൽ നിൽക്കും. അപ്പൊ ഇതിനെ നല്ലതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആ തൊലി കളഞ്ഞെടുത്തതിൽ എന്തെങ്കിലും വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ഡ്രൈ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഒപ്പിയൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും എന്തെങ്കിലും വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിരത്തിയിട്ടിട്ട് ഫാനിന്റെ അടിയിൽ വെക്കുകയോ ചെറുതായിട്ടൊന്ന് വെയിലത്ത് കൊണ്ടുപോയി വെക്കാനല്ല, വെയിൽ വരുന്നതിന്റെ സൈഡിൽ വെച്ചാലൊക്കെ അത് ഡ്രൈ ആയി കിട്ടും. കാരണം ഇതിൽ നമുക്ക് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേടുകൂടാതെ ചീത്തയാവാതെ ഒത്തിരി നാള് ഇരിക്കത്തുള്ളൂ. ജിഞ്ചറിലൊക്കെ എപ്പോഴും ഒരു വെറ്റ്നസ് ഉണ്ടാവും നമ്മളത് ചീകിയൊക്കെ എടുത്തു വരുമ്പോഴത്തേക്കിനും. അപ്പൊ ഇത് ഞാൻ എടുത്തപ്പോഴത്തേക്കിനും ഒരുപാട് വെള്ളമൊന്നും ഇല്ലായിരുന്നു. സ്റ്റിൽ ഞാൻ ഒന്ന് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മിക്സി എടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ജിഞ്ചറും ഗാർലിക്കും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. അത് നമുക്ക് രണ്ടും, ചില സാധനങ്ങൾക്ക് നമുക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടെ വേണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സമയത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആക്കി സ്റ്റോർ ചെയ്യാം. ഇവിടെ ഞാൻ ആദ്യം ഒരു ചെറിയ മിക്സിയുടെ കുഞ്ഞു ജാർ എടുത്തിട്ട് ഈ ഗാർലിക്ക് മാത്രമായിട്ടൊന്ന് കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിനു ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതേപോലെ എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് മൂന്നുമാണ് ഇവിടുത്തെ പ്രിസർവേറ്റീവ്സ്. ഇത് മൂന്നും ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഒരുപാട് നാള് നമുക്ക് കേടുകൂടാതെ വെക്കാൻ പറ്റുന്നത്. ഈ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് നാളൊന്നും ഇരിക്കണം എന്നില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രിസർവേറ്റീവ്സ്. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം ഒരു ചെറിയ ബൗളിലിട്ടായിരുന്നു ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് ഇഞ്ചി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് പാടായി അതിനകത്ത് നല്ലതുപോലെ ഗ്രൈൻഡായി കിട്ടാനായിട്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ നമ്മുടെ വലിയ ജാറുണ്ടല്ലോ അരയ്ക്കുന്ന, അതിലേക്ക് മാറ്റിയപ്പോഴത്തേക്കിനും ഇത് രണ്ടും ഒരുമിച്ചിടാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും ഇടുമ്പോഴത്തേക്കിനും നമ്മളൊരു ടോട്ടൽ, അതായത് ഈ ഇത്രയും ഒരു ക്വാണ്ടിറ്റിക്ക് ഞാൻ ഈ 3 കപ്പ് ഗാർലിക്കിനും 2.25 കപ്പ് ഇഞ്ചിക്കും വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെയാണ് മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പെന്ന് പറയുന്നതും ഒരുപാടൊന്നും വേണ്ട, ഇത്രയത്തിന് ഒരു 1 ടീസ്പൂണൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വെളിയിൽ നിന്ന് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ബോട്ടിലായിട്ടാണ്, അല്ലെങ്കിൽ 2-3 ബോട്ടിലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. കാരണം നമുക്ക് എപ്പോഴും ഇതിപ്പോൾ കുറച്ചേറെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. അപ്പം എപ്പോഴും ആവശ്യമുള്ളത്, അതായത് അടുത്ത ഒരു 1 വീക്കിലേക്കോ അല്ലെങ്കിൽ 2 വീക്സിലേക്കോ ആവശ്യമുള്ളത് ഒരു ചെറിയ ബോട്ടിൽ, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ആക്കിയിട്ട് അത് നമുക്ക് റെഫ്രിജറേറ്റർ സെക്ഷനിൽ വെക്കാം, അതായത് ഫ്രിഡ്ജിന്റെ താഴത്തെ പോർഷനിൽ. ഇനി അതല്ലാതെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് നമ്മൾ വേറെ 1-2 ബോക്സിലാക്കി നല്ലതുപോലെ എയർ ടൈറ്റ് ആക്കിയതിന് ശേഷം ഫ്രീസറിൽ വെക്കാം. അത് അവിടെ കുറേ നാളിരുന്നോളും. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഈ താഴെ വെച്ചേക്കുന്ന ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ആ ഒരു ബോട്ടിലിൽ വെച്ചേക്കുന്നത് ഫിനിഷ് ആവാറാകുമ്പം അല്ലെങ്കിൽ ഫിനിഷ് ആയതിനു ശേഷം മാത്രം നമ്മൾ ഫ്രീസറിൽ വെച്ചേക്കുന്നത് താഴെ എടുത്തിട്ട് കുറച്ച് അതിനകത്ത് ആവശ്യമുള്ളത് മാത്രം എടുത്ത് റെഫ്രിജറേറ്ററിൽ വെച്ചാലും മതി കേട്ടോ. നമ്മൾ ഈ ഫ്രീസറിൽ വെക്കുന്നത് 6 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് ഗ്രീൻ ചില്ലി എങ്ങനെ കുറെ നാളത്തേക്കിനൊക്കെ ചീത്തയാവാതെ സൂക്ഷിക്കാൻ നോക്കാം. നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനെക്കാട്ടിലും ഒക്കെ ഒരുവിധം എല്ലാ ദിവസവും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഗ്രീൻ ചില്ലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കിട്ടിയേക്കുന്ന ഈ പച്ചമുളകെല്ലാം തന്നെ അതിൻ്റെ ആ ഒരു ഞെടുമ്പുണ്ടല്ലോ അതിനെ അങ്ങ് മാറ്റുന്നുണ്ട്, ഒന്ന് ഒടിച്ച് കളയുന്നുണ്ട്. അതിന് ശേഷം ആണ് നമ്മൾ ഈ പച്ചമുളക് സൂക്ഷിക്കാൻ പോകുന്നത്.
അപ്പൊ എല്ലാ പച്ചമുളകിന്റെയും ആ ഞെടുമ്പ് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇവിടെയും എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസിന്റെ എയർ ടൈറ്റ് കണ്ടെയ്നർ ആണ്. ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്ലാസ്റ്റിക് എടുക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ അതിൽ ഈർപ്പം പിടിക്കുന്നുണ്ട്. അപ്പം ഗ്ലാസ് കണ്ടെയ്നർ ആവുമ്പം അത്രയ്ക്ക് പ്രശ്നം വരത്തില്ല. അപ്പൊ അതിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. താഴെ ആ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ ഞെടുമ്പ് കളഞ്ഞെടുത്ത പച്ചമുളക് ഇടും. കുറച്ചൊരു ലെയർ ഇട്ടിട്ട് അതിന് മുകളിൽ വീണ്ടും ടിഷ്യൂ പേപ്പർ ഇട്ട് ലെയർ ആയിട്ട് വെച്ചാലും മതി. ഇങ്ങനെ ചെയ്യുന്നത് ഇതിൽ ഇടയ്ക്ക് ഈർപ്പം പിടിക്കുമ്പോഴത്തേക്കിനും ഈ ടിഷ്യൂലേക്ക് ഇതങ്ങ് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പച്ചമുളക് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടോ ഒരാഴ്ച കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ടിഷ്യൂവിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ടിഷ്യൂ കുറച്ചിങ്ങനെ വെറ്റായി തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതിനകത്ത് ഈ ഒരു ഈർപ്പം പിടിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ടിഷ്യൂ ആ സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ആ സെയിം കുറച്ച് നനവ് പിടിച്ച ടിഷ്യൂ തന്നെ അവിടെയും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ പച്ചമുളക് വീണ്ടും ചീത്തയായി പോകും. ഇനി ഇതല്ലാതെ നമുക്ക് ഈ ബോട്ടിലാണെങ്കിൽ അതിനകത്താണെങ്കിലും വെക്കാം കേട്ടോ. ബോട്ടിൽസ് ആണെങ്കിലും ആദ്യം കുറച്ചൊരു ലെയർ ടിഷ്യൂ എടുക്കുക. എന്നിട്ട് ഈ പച്ചമുളക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അത് മാത്രം കെയർ ചെയ്താലും മതി. അപ്പൊ ഇത് കുറെ നാളങ്ങ് ചീത്തയാവാതിരുന്നോളും. വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പച്ചമുളക് പഴുത്തു പോകും. ഈ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒന്നും ഉപയോഗിക്കുന്നതല്ല. നമുക്ക് മഷ്റൂം അങ്ങനെ എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല. ബട്ട് സ്റ്റിൽ മഷ്റൂം വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ 1-2 ദിവസം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ബോക്സിൽ കിട്ടുന്നത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ എടുത്തില്ലെങ്കിൽ അത് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ, ഒരു 2 ദിവസം എന്ന് പറയുന്നതിന് ഒന്ന് നീട്ടിയിട്ട് ഒരു 5-6 ദിവസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ മഷ്റൂമിനെ മാറ്റിയിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്താക്കി അത് ടിഷ്യൂ വെച്ചിട്ട് അതിലേക്ക് ഈ മഷ്റൂംസ് വെച്ച് വീണ്ടും ടിഷ്യൂ വെച്ചൊന്ന് കവർ ചെയ്തിട്ട് നല്ലതുപോലെ എയർ ടൈറ്റ് ആയിട്ട് വെക്കുവാണെങ്കിൽ ഇത് കുറച്ച് ദിവസവും കൂടെ ചീത്തയാവാതിരിക്കും. കാരണം മഷ്റൂം എല്ലാവർക്കും അറിയാം ഒരുപാട് നാള് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേക്കിനും ക്ലീൻ ചെയ്തിട്ട് അല്ല കേട്ടോ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്. കാരണം ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കിനും അതിന്റെ സ്കിന്നൊക്കെ നമ്മൾ എടുത്തു മാറ്റുവാണല്ലോ, എന്നിട്ട് പിന്നെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ജസ്റ്റ് നമ്മൾ ആ വാങ്ങിയേക്കുന്ന ബോക്സിൽ നിന്ന് ഡയറക്റ്റ് തന്നെ ഇങ്ങനെ എടുത്തു വെക്കാം. അപ്പൊ ഇത് കുറെ ദിവസം കൂടി നമുക്ക് അതിന്റെ ആ ഒരു ലൈഫ് നീട്ടി കിട്ടാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തതെന്ന് നോക്കാം. ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ നൈഫ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ അതിന്റെ ആ ഒരു തണ്ടുണ്ടല്ലോ അത് നമുക്ക് വെറുതെ കൈകൊണ്ട് അങ്ങ് ഒടിച്ചു മാറ്റാം. പിന്നീട് നഖം കൊണ്ട് തന്നെ ഇതിന്റെ മുകളിലുള്ള ആ ഒരു ലെയർ നമുക്കിങ്ങനെ പൊളിച്ച് കളയാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് പിച്ചാത്തിയൊന്നും യൂസ് ചെയ്യേണ്ട, കത്തിയൊന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. കാരണം ഇത് ഈ ഒരു മണ്ണിൽ വളരുന്ന ഒരു സാധനമാണല്ലോ. അപ്പം അതിലെന്തായാലും ആ ഒരു മണ്ണിന്റെയും ചെളിയുടെയും ഒക്കെ ഒരു അംശം ഉണ്ടാവും. അപ്പം ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. വളരെ ഈസിയാണ്. അപ്പൊ വെറുതെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ തേച്ച് ഇതിന് പല മെത്തേഡ് ഉണ്ട് ഈ മഷ്റൂം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയ ഒരു മെത്തേഡ് ഇതാണ്. നമുക്കിതല്ലാതെ പൊടിയൊക്കെ നമ്മൾ ഈ അരിപ്പൊടിയോ മൈദ അതൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ റബ്ബ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ പിന്നെ പൊടി എടുക്കണം, പിന്നെ അതിന്റെ മുകളിലിട്ടിട്ട് തേക്കണം, തിരുമണം, പിന്നെ വാഷ് ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതാകുമ്പോഴത്തേനും വളരെ എളുപ്പമാണ്. നമുക്ക് ചെറുതായിട്ട് അതിന്റെ മുകളിലുള്ള പാട അങ്ങ് മാറ്റിയാലും മാത്രം മതി. അതേപോലെ തന്നെ ആ തണ്ടിലും ചെയ്യാം. അതിലും ആ മുകളിലുള്ള പാട അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ കളറിലൊക്കെ ഉള്ള മണ്ണിന്റെ ഒക്കെ ഒരു അംശം ഉണ്ടായിരുന്ന സാധനത്തിൽ നിന്ന് ഇതിനെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല വൈറ്റിഷ് ആയിട്ടുള്ള മഷ്റൂം ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ മഷ്റൂമിന്റെ അത് ഫ്രഷ് ആണോ അത് കുറച്ചെങ്കിലും ആയതാണോ എന്ന് എങ്ങനെയാ നോക്കാം. ഇത് കണ്ടോ, ഈ ഒരു മഷ്റൂം പീസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു തണ്ടും അതിന്റെ മുകളിലത്തെ ബുഷ് പോലത്തെ ഭാഗവും തമ്മിൽ ഒരുവിധം ഒക്കെ അടുത്തായിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ചെറിയൊരു കുറച്ചൊരു സ്പേസ് ഉണ്ടെങ്കിലും ഉള്ളതിൽ കുഴപ്പമില്ലാതെ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇരിക്കുന്നുണ്ട്. അതേസമയം വേറെ ചില പീസ് എടുത്താൽ നമുക്ക് കാണാനായിട്ട് പറ്റും അത് ആ തണ്ടിൽ നിന്ന് അതിന്റെ മുകളിലത്തെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മാറിയിട്ട് നമുക്ക് ആ ഒരു അകത്ത് ബ്ലാക്ക് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അതെന്ന് വെച്ചാൽ അധികം അത്ര ഫ്രഷ് ഒന്നുമല്ല. നല്ല ഫ്രഷ് ആണെങ്കിൽ നമുക്ക് ഒട്ടും കാണാൻ പറ്റത്തില്ല. ഫുൾ ആ വൈറ്റ് ആയിട്ട് നല്ലതുപോലെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതായിരിക്കും ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതില് ആ ഒട്ടും കാണുന്നില്ലല്ലോ, ബ്ലാക്ക് ഒന്നും തീരെ കാണുന്നില്ല. ഇത് നല്ല ഫ്രഷ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.